ഹായ് ഗൈസ്, ഇൻസ്റ്റക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, ഒരു കത്തിപ്പോയ ഒരു ഇൻവെർട്ടർ. അപ്പോൾ അതേപോലെ തന്നെ വീണ്ടും നമുക്കൊരു സൈൻ വേവ് ഇൻവെർട്ടർ കമ്പോണൻസൊക്കെ കത്തി വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഫോൾട്ട് കണ്ടുപിടിക്കലാണ്. കുറേ ഭാഗം കത്തിയിട്ടുണ്ട്, കുറേ മോസ്ഫെറ്റ് കത്തിയിട്ടുണ്ട്, കമ്പോണൻസ് കുറേ പോയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ തന്നെ ഐസികൾ കുറേ മോസ്ഫെറ്റുകൾ പോയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കുറേ കമ്പോണൻറ്റ് പോയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ ഫോൾട്ട് കണ്ടെത്താം, ഫോൾട്ട് കണ്ടെത്തി ഇതിനെ നമുക്ക് ബോർഡ് ഓൺ ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതാണ് ആ ബോർഡ്. കത്തിപ്പോയിട്ടുള്ള ബോർഡ് ഏകദേശം എല്ലാ കമ്പോണൻറ്റുകളും ഇതിൽ പോയിട്ടുണ്ട്. ഈ വീഡിയോ 2 പാർട്ടായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം നമുക്ക് ഫോൾട്ടുകൾ കണ്ടുപിടിക്കാം. ഫോൾട്ട് കണ്ടുപിടിച്ചിട്ട് അതിനെ റിമൂവ് ചെയ്യാം, ഏതൊക്കെ കമ്പോണൻസാണ് പോയിട്ടുള്ളത്. അടുത്തൊരു വീഡിയോയിൽ, തുടർച്ചയായിട്ടുള്ള വീഡിയോയിൽ കമ്പോണൻസുകൾ വാങ്ങിയിട്ട് ഇതിനെ ഓണാക്കി ഞാൻ കാണിച്ചു തരാം ബോർഡിനെ. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ എനിക്കൊരു കമൻറ്റ് ഒരു സുഹൃത്ത് അയച്ചിരുന്നു, ബോർഡിനെ പറ്റിയുള്ള കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതനുസരിച്ചാണ് ബോർഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ അടുത്തുണ്ടായ ലൈറ്റിങ്ങിൽ പോയതാണ്, ഇടിവെട്ടി പോയത് തന്നെയാണ്. നമുക്കിതിൻ്റെ ഓരോ കമ്പോണൻസ് ഫസ്റ്റ് മോസ്ഫെറ്റ് അയച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ഷോർട്ട് സർക്യൂട്ട് എങ്ങനെയാണ്. അതിന് നമുക്ക് ബോർഡൊന്ന് ട്രേസ് ചെയ്ത് ഷോർട്ട് നോക്കാം. മൾട്ടിമീറ്റർ ബസർ മോഡ് ഇട്ടു. അപ്പോൾ എത്ര ഏരിയയിൽ ഷോർട്ട് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പം നോക്കേണ്ടത് ബാറ്ററിയുടെ നെഗറ്റീവ് പോള്, ആ നെഗറ്റീവ് പോളിൽ പ്രോബ് നോക്കുക. ഇതെല്ലാം മോസ്ഫെറ്റ് എല്ലാ കമ്പോണൻറ്റിലും വെച്ചൊക്കെ. അപ്പം നമുക്ക് ഷോർട്ട് കണ്ടുപിടിക്കാൻ പറ്റും, ഏതൊക്കെ എത്ര പാർട്ടിൽ എത്ര ഭാഗത്ത് എത്ര സെക്ഷനിൽ ഷോർട്ടായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഈ സെക്ഷനിൽ എവിടെയും ഷോർട്ട് കാണിക്കുന്നില്ല, എന്നാൽ നമുക്ക് ആ മോസ്ഫെറ്റ് നെഗറ്റീവിൻ്റെ ഇതിൻ്റെ തന്നെയാണ്. എന്നാലും ആ സെക്ഷൻ്റെ മോസ്ഫെറ്റ് നമ്മൾ ഊരി എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഈ സെക്ഷനിൽ കണ്ടാൽ ഈ സെക്ഷനിൽ 3 മോസ്ഫെറ്റ് പോയിട്ടുണ്ട്. അടുത്ത സെക്ഷൻ നോക്കാം. 1 2 1 2 3 4 5 മോസ്ഫെറ്റിൽ പോയിട്ടുണ്ട്. പക്ഷെ 5 മോസ്ഫെറ്റായിട്ട് നമ്മൾ മാറ്റൂല, എല്ലാ മോസ്ഫെറ്റും മാറ്റും. അതേപോലെ തന്നെ ഡ്രൈവർ ഐസിൻ്റെ അടുത്തുള്ള കമ്പോണൻസുകളും പോയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് കുറച്ച് റെസിസ്റ്റൻസുകൾ വരുന്നുണ്ട്. റെസിസ്റ്റൻസ് നമുക്ക് കത്തിയിട്ടുണ്ടോ, ഓപ്പണാണോ എന്ന് നോക്കാം. ഷോർട്ടാണോ ഓപ്പണാണോ നോക്കി നോക്കാം.
അപ്പം ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞില്ലേ, ഡയോഡുകൾ ഇതാ, ഇവിടെ വരുന്ന ഡയോഡ് ഇതിൽ പോയിട്ടുണ്ട്. ഇനി അടുത്ത ഡയോഡ് നമ്മൾ നോക്കി നോക്കാം. ഇതിൽ ഈ കാണുന്ന ഈ ഡ്രൈവർ ഐസി ഷോർട്ടാണ്, ഈ കാണുന്ന ഐസി ഷോർട്ടാണ്. അപ്പം ഈ കപ്പാസിറ്റർ വാല്യൂ പറയാം 47 മൈക്രോഫാരഡ് 25 വോൾട്ട്. 1 2 3 4 കപ്പാസിറ്റർ, ഡ്രൈവർ ഐസി, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 22 ഓംസ് വരുന്നുണ്ട്, 220 ഓംസും വരുന്നുണ്ട്. വോൾട്ട് എന്താണെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ. ഇങ്ങനെയാണ് ഒരു ഫുൾ ഡോട്ട് ബോർഡ് വന്നാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ്ലി കത്തിപ്പോയൊരു ബോർഡ് വന്നാൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട രീതി. ഷോർട്ട് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഈസി മെത്തേഡാണ് ഞാൻ കാണിച്ചത്. നമുക്ക് ഈ മോസ്ഫെറ്റുകളൊക്കെ കഴിച്ചിട്ട് ഇതിൽ പോവാത്ത സെക്ഷനിൽ മോസ്ഫെറ്റ് എന്തെങ്കിലും വീക്കായിട്ടുണ്ടോ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം.